അതായത് ഇന്ന് ബഡ്ജറ്റ് ചർച്ച ഉണ്ടാകുന്ന സമയത്ത് ആ ചർച്ചയിൽ നിന്നും പിരിഞ്ഞു പോവുകയും കോൺഗ്രസ് നേതാക്കൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഉം. മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഘർഷത്തിന് വഴി കാരണം എന്താണ്? ഇന്നലെ രാത്രി വൈകിയാണ് ഈ കാര്യം അറിയുന്നത്. ബഡ്ജറ്റ് ചർച്ചയിൽ നമ്മൾ ജനങ്ങളോടൊപ്പമാണ് UDF എന്നും ജനങ്ങൾക്കെതിരായി നിന്നിട്ടുമില്ല. ആ സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് രാവിലെ ന്യൂസ് ഉണ്ടായിരുന്നു. മുൻ DGPയും BJPയുടെ ഉപാധ്യക്ഷനുമായ ശ്രീ ശ്രീലേഖ IPS-നെതിരെ പോസ്കോ കേസ് എടുത്തിരിക്കുന്നു, കോടതിയുടെ നിർദ്ദേശപ്രകാരം എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കൗൺസിലിൽ ഞാനിങ്ങനെ ചോദിച്ചു, ഇങ്ങനൊരു നമ്മുടെ കൂടെയുള്ള കൗൺസിലും BJP നേതാവും BJP കൗൺസിലറുമായ ശ്രീലേഖ IPS-ന്റെ പേരിൽ കേസ് എടുത്തിരിക്കുന്നു, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി, ഈ പോസ്കോ കേസ് പ്രതിയായ ഒരു വ്യക്തി ഈ സഭയിൽ തുടരാമോ എന്ന് മേയറോട് ചോദിച്ചു. ചോദിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇവിടെ ചോദിക്കാൻ പാടില്ല, ഞങ്ങൾ അനുമതിയില്ലാതെ ചോദിക്കാൻ പാടില്ല എന്നുള്ള മേയറുടെ പ്രസംഗവും അതിനോട് മറ്റ് BJP കൗൺസിലർമാരുടെ ബഹളം കാരണം മറ്റു കാര്യങ്ങളിലോട്ട് നമുക്ക് കടക്കാൻ കഴിഞ്ഞില്ല. മൈക്ക് തന്നില്ല, ചോദിക്കുന്നതിന് യാതൊരു മറുപടിയും തരാത്തൊരു സ്ഥിതിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിന് മറുപടി കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ പോസ്കോ കേസിലെ പ്രതിയെ അവിടെ ഇരുത്തിക്കൊണ്ട് കൗൺസിൽ കൊടുക്കുന്നത് ശരിയല്ല എന്ന് നമ്മൾ പറയുകയും അതിൽ പ്രതിഷേധിച്ച് നമ്മൾ വാക്കൗട്ട് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇങ്ങനൊരു കേസ് നിലനിൽക്കില്ല. പോസ്കോ ആക്ട് പ്രകാരം ഇങ്ങനൊരു കേസ് നിലനിൽക്കില്ല എന്നാണ് ശ്രീരേഖ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഇല്ല, എന്താണ് അത് പറയാനുള്ളത്? അത് നിലനിൽക്കുമെന്നാണ് ഈ കേസ് കൊടുത്ത ജയചന്ദ്രൻ എന്ന് പറയുന്ന ആളോട് പറഞ്ഞത്. അതിപ്പം ഇതിൽ നിന്ന് അവർക്ക് സ്വന്തമായുള്ള യൂട്യൂബ് ചാനലുണ്ട്, അതിൽ നിന്ന് അവർ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. ഡിലീറ്റ് ചെയ്താലും മറ്റ് രേഖകൾ ഈ കേസ് കൊടുത്ത ആളുടെ കയ്യിലുണ്ട്. ഒന്ന് മരണപ്പെട്ട ആളുടെ പേര് പോലും പറയാൻ പാടില്ല. ഇത്രയും ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ സർവീസ് ഇരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങൾ അതിനു ശേഷം ഏറെ പേരുകൾ പറയുന്നത് ഒട്ടും ശരിയായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തീർച്ചയായും കേസ് നിലനിൽക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ബന്ധപ്പെട്ട നിയമജ്ഞന്മാരും അതാണ് പറയുന്നത്. ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാർ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന തരത്തിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പ്രതികരിക്കാനുള്ളത്? അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു കാര്യമില്ല. കോടതിയല്ലേ പറഞ്ഞ കേസെടുക്കാൻ. ശ്രീലേഖ IPS-ന്റെ പേരിൽ കേസെടുക്കാൻ കോടതിയുടെ നിർദ്ദേശപ്രകാരമല്ലേ മീസിൻ കേസെടുത്തത്. ഇല്ലാത്ത കേസ് എന്ന് പറഞ്ഞില്ല, കേസ് ഇല്ലാത്തതല്ലല്ലോ, കോടതിയാണല്ലോ പറഞ്ഞത് കേസെടുക്കാൻ. ഇല്ലാത്തൊരു കേസല്ല, കേസെടുക്കാൻ കോടതി പറഞ്ഞിട്ടാണ് മീസിൻ ശേഷം കേസെടുത്തത്. അപ്പോ അങ്ങനൊരു കേസ് തെളിയുകയും അങ്ങനൊരു പ്രതി പട്ടികയിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. മാറുകയും ചെയ്താൽ തീർച്ചയായും രാജിവെക്കേണ്ടതാണ്. കൗൺസിൽ സ്ഥാനം രാജിവെക്കേണ്ടതാണ്. ശ്രീലേഖ കൗൺസിൽ സ്ഥാനം രാജിവെക്കണം എന്നാണ് പറയുന്നത്. അതെ അതെ, പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം അങ്ങനെയാണ്. അതെ അതെ അതെ.